നമസ്കാരം. എല്ലാവർക്കും മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീഷ്. കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. ചില തിരക്കുകൾ കാരണമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വോളറ്റിലായിട്ടുള്ള മാർക്കറ്റായിരുന്നു മുന്നേ ഉള്ള ദിവസങ്ങളിലൊക്കെ. പക്ഷേ അതിനെതിരായിട്ട് നിന്നത് കഴിഞ്ഞ ഒരു 2-3 ദിവസം മാത്രമാണെന്ന് പറയാം. ശരിക്കും നല്ലൊരു കൺസോൾട്ടേഷൻ എന്ന ലെവലിലേക്ക് മാർക്കറ്റ് വരികയും ചെയ്തു. പക്ഷേ അതുകൂടി തീർക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. അതായത് ഇന്നത്തെ എക്സ്പയറി എന്ന് പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന അതേ എക്സ്പയറിയുടെ ഒരു ഫോട്ടോ കോപ്പി തന്നെയായിരുന്നു ഇന്നത്തെ എക്സ്പയറി എന്ന് പറയാം നിഫ്റ്റിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. അതായത് ഇന്ന് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ചില കമ്പനികൾ പെട്ടെന്ന് കുതിച്ചുയരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കമ്പനികൾ താഴേക്ക് വരുന്നതായിട്ടും കാണുവാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പലിശ നിരക്ക് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് നാളെ വരുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ ഒരു പക്ഷേ പലിശ നിരക്ക് കുറയ്ക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മാർക്കറ്റ് അതിശക്തമായിട്ട് ഇനിയും മുന്നോട്ട് പോകും. പക്ഷേ കുറയ്ക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന ചില തോന്നലുകൾ ഇൻവെസ്റ്റേഴ്സിൽ ഉണ്ടായി. അത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിന്ന് പ്രതിഫലിക്കുകയും ചെയ്തു. പക്ഷേ കോമൺ ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് ഒരേ ലെവലിൽ തന്നെ ഇപ്പോഴും നിലനിർത്തി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ഇതേ കണ്ടീഷൻ തന്നെയാണ് യുഎസിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും യുഎസിലും പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള സാധ്യത ഈ വർഷം തന്നെ 3 പ്രാവശ്യം ചെയ്യും അവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് സാധ്യതകൾ കൂടുന്നു എന്ന് ഒരു വിഭാഗം കരുതുമ്പോൾ മറ്റൊരു വിഭാഗം ഇപ്പോഴെങ്ങും അതിനുള്ള സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടരും ഉണ്ട് എന്നതാണ് സത്യം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മാർക്കറ്റ് പല രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി US മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കാണുവാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വിൻഫാൾ ടാക്സ് ഇന്ത്യ വളരെയധികം കൂട്ടുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഓയിൽ സംബന്ധമായിട്ടുള്ള ഒട്ടുമിക്ക കമ്പനികൾക്കും ഇതൊരു ദോഷകരമായിട്ടുള്ള കാര്യമായിരുന്നു. അത് റിലയൻസ് പോലെയുള്ള കമ്പനികളെ സാരമായി ബാധിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മാത്രമല്ല നമ്മളുടെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഇന്ത്യ വിക്സ് ഒക്കെ 11 അടുത്തേക്ക് തന്നെ വന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. സാധാരണ എന്നാൽ വളരെയധികം സ്പൈക്ക് ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഈ ഒരു ഇലക്ഷൻ കാലഘട്ടം എന്ന് പറഞ്ഞത്. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ വിക്സ് നീങ്ങുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ വിക്സ് തീർച്ചയായിട്ടും സ്പൈക്ക് ചെയ്യും. പക്ഷേ അത് എന്നാണ് എന്നതാണ് ആർക്കും അറിയാൻ സാധിക്കാത്തത്. നമ്മൾ ഇന്നത്തെ നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നോക്കൂ. നിഫ്റ്റി ഇന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു ഗ്യാപ്പ് അപ്പിലേക്കാണ് പോയത്. ശരിക്കും നിഫ്റ്റി ഇന്ന് ഇൻഡിക്കേറ്റ് ചെയ്തത് ഏറെക്കുറെ ഒരു 50, 60, 70 ഇതിനകത്തുള്ള ഒരു റേഞ്ചിലാണ് ഉയർച്ച കാഴ്ചവെച്ചതെങ്കിലും നമ്മളുടെ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്? ഒരു 150 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് കാണുവാൻ സാധിക്കുന്നത്. അതായത് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതിനുശേഷം മാർക്കറ്റ് അതിശക്തമായി താഴേക്ക് വന്നു. അതായത് ഒരു 318 പോയിന്റിന്റെ ഒരു താഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? ശരിക്കും താഴേക്ക് മാർക്കറ്റിനെ വരുമ്പോൾ നല്ല രീതിയിൽ ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ശരിക്കും ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് ഒരു ബുൾ മാർക്കറ്റിന്റെ രീതി തന്നെയാണ്. താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ താഴെ നിന്ന് ശക്തമായി ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാം. നോക്കൂ, ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് എത്ര ട്രാവൽ ചെയ്തു? വീണ്ടും ഒരു 275 പോയിന്റ് ട്രാവൽ മുകളിലേക്ക് പോയിരിക്കുന്നത്. അതായത് എത്ര ഫോളായോ അത് മൊത്തം കവറായി മുകളിലേക്ക് പോകുന്ന ഒരു രീതിയാണ് മാർക്കറ്റ് കാണുവാൻ സാധിക്കുന്നത്. അതായത് 22,500 എന്ന റേഞ്ചിൽ പലപ്പോഴും മാർക്കറ്റ് വന്നു നിന്ന ശേഷം താഴേക്ക് വീഴുന്ന ഒരു രീതിയായിരുന്നു മുന്നേയുള്ള പല ദിവസങ്ങളിലും നമ്മൾ കണ്ടതല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഏറെക്കുറെ ഒരു റേഞ്ചിലേക്ക് ചെന്ന ശേഷം മാർക്കറ്റ് താഴേക്ക് വീഴുന്നതാണ് കാണുവാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ശരിക്കും 22,500 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് പറഞ്ഞാലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞതായിരുന്നു. നിഫ്റ്റി മാത്രമായിരുന്നു അല്പം ഒന്ന് പതുങ്ങി നിന്നത്. പക്ഷേ നിഫ്റ്റിയിൽ ആ ഒരു ബുള്ളിഷ് തിരിച്ചു വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ 1 ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. 1 ഡേ ചാർട്ടിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, നിഫ്റ്റി പ്രധാനപ്പെട്ട റേഞ്ചുകളിലൊക്കെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ എടുത്തു പോകുന്ന ഒരു ചാനലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു ലോങ് പീരീഡിലുള്ള ഒരു ചാനലാണ് ഞാൻ വരച്ചത് എങ്കിലും മുന്നേ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതൊരു ചാനലായിരുന്നു നമ്മൾ വരച്ച് പൊതുവേ നോക്കാറ്? ഒരു ഷോർട്ട് ടൈം പീരീഡിലുള്ള ചാനലായിരുന്നു നമ്മൾ വരയ്ക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം അത് ഏത് റേഞ്ചിലായിരുന്നു എന്ന്. ഈ ഒരു റേഞ്ചിലുള്ള ചാനലായിരുന്നു നമ്മളൊരു ഷോർട്ട് ടൈം പീരീഡായിട്ട് വരച്ച് നോക്കിയിരുന്നത് അല്ലേ? അതായത് നിഫ്റ്റി പ്രധാനപ്പെട്ട റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീഴുന്ന ഒരു കണ്ടീഷനിലായിരുന്നു നേരത്തെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴുള്ള ഒരു കണ്ടീഷൻ. നോക്കൂ, നല്ല രീതിയിൽ ബെയറിഷിലേക്ക് മാർക്കറ്റ് വരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുന്നു. പക്ഷേ അതിശക്തമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ പിന്നെ മാർക്കറ്റിൽ കാണുവാൻ സാധിച്ചില്ല. അവസാന സമയങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ താഴെ നിന്നും ഒരു ബൈയിങ് പ്രഷർ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നോക്കൂ, ഈ ഒരു ഭാഗങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവന്നത് അത് തന്നെയാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അവസാനം എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? നിഫ്റ്റി പെട്ടെന്നൊരു ബുള്ളിഷ് രീതി കൈവരിച്ച് ശക്തമായി മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം
22,500 എന്ന റേഞ്ചിൻ്റെ പല ഭാഗങ്ങളിലും ചെന്ന് ക്ലോസ് ചെയ്യുന്നു. അതിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ പാടുപെടുന്നതായിട്ട് കണ്ടു. പക്ഷേ ഇന്നോ അതിന് മുകളിലേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതിന് മുന്നേ എന്ത് സംഭവിച്ചു? മാർക്കറ്റിൽ അതിശക്തമായി മാർക്കറ്റ് താഴേക്ക് വന്നെങ്കിലും താഴെ നിന്നും അതിശക്തമായി ബൈ ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് രീതി നിലവിൽ കൈവന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ മാർക്കറ്റിന് ഇപ്പോൾ എവർ ടൈം ഹൈ ഒന്നും ഒരു പ്രത്യേക സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം എന്നും ഓരോരോ പുതിയ എവർ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഇനി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു ഭാഗമാവാൻ സാധ്യതയുണ്ട് എന്ന്. നിഫ്റ്റി 22,500 മുകളിലേക്ക് ശക്തമായി മൂവ് ചെയ്ത് ഇനി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ 22,500 മുതൽ 23,000 എന്ന ആ ഒരു റേഞ്ചിനകത്തേക്ക് നിഫ്റ്റി മാറുകയാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏപ്രിൽ 12 കമ്പനികളുടെ റിസൾട്ടുകൾ വരികയാണ്. അപ്പോൾ കോർപ്പറേറ്റ് റിസൾട്ടുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ ആ ഒരു റിസൾട്ടിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നതാണ്. പ്രധാനപ്പെട്ട വെയിറ്റേജ് ഉള്ള കമ്പനികളുടെയൊക്കെ നല്ല റിസൾട്ടുകളാണ് അവർക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് ഇവിടെ നിന്ന് ശക്തമായി മുകളിലേക്ക് കുതിക്കും. ഇനി അതല്ല, വളരെ മോശപ്പെട്ട റിസൾട്ടാണ് വരുന്നതെങ്കിൽ ഹൈലി വോളറ്റിലായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും. താഴേക്ക് മാർക്കറ്റ് വീഴാം, പക്ഷേ താഴെ നിന്ന് അവസാനം ഒരു ബൈയിങ് പ്രഷർ ഇതേ രീതിയിൽ തന്നെ ഇനി വരും ദിവസങ്ങളിലും കാണുവാൻ സാധിക്കും. പക്ഷേ ഏകപക്ഷീയമായിട്ടുള്ളൊരു നീക്കം മാർക്കറ്റിൽ നടക്കണമെങ്കിൽ പ്രധാനപ്പെട്ട വെയിറ്റേജ് ഉള്ള കമ്പനികൾക്കെല്ലാം ഏറെക്കുറെ ഒരേ റേഞ്ചിലുള്ള റിസൾട്ടുകളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ഏകപക്ഷീയമായിട്ടുള്ള നീക്കം മാത്രം നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഈ റിസൾട്ടുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കുക. നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നോക്കൂ, വീക്കിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഏറെക്കുറെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു ബുള്ളിഷ് രീതി കൈവരിച്ച് നിൽക്കുന്ന മാർക്കറ്റായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ തന്നെയും അതിന് മുന്നത്തെ ആഴ്ചയാണെങ്കിൽ തന്നെയും ഈ ആഴ്ചയാണെങ്കിൽ തന്നെയും മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കൂ. നല്ല താഴേക്ക് വന്ന മാർക്കറ്റിനെ താഴെ നിന്ന് നല്ലൊരു ബൈയിങ് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ നിലവിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബെയറിഷ് എന്ന രീതിയിൽ നിന്ന് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റേഞ്ചുകൾ അതായത് പ്രൈസ് റേഞ്ചുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു റേഞ്ച് ആയിരുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് വന്നാൽ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗവുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റ് ഇതിനകത്ത് ഒരു വോളറ്റിലിറ്റി നിറഞ്ഞ കൺസോൾട്ടേഷൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു ബുള്ളിഷ് രീതി കൈവരാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഇന്നത്തെ ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കാണുവാൻ സാധിക്കുന്നത്. ശരിയാണ്, ഒരു ഇൻഡിസിഷൻ എന്നൊക്കെ പറയാമെങ്കിലും പക്ഷേ നോക്കൂ, ഇതിൻ്റെ വിക്ക് എന്നത് വളരെ വലുതായിട്ട് കാണുവാൻ സാധിക്കുന്നു. താഴേക്ക് വരുമ്പോൾ അതായത് താഴെ വന്ന് നല്ലൊരു ബൈയിങ് മുകളിലോട്ട് വന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റ് കുഴപ്പമില്ലാത്തൊരവസ്ഥയിൽ വന്ന് ക്ലോസും ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം ക്യാൻഡിൽ വന്ന് ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലേക്ക് പോകുക എന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കും? തീർച്ചയായിട്ടും കോർപ്പറേറ്റ് റിസൾട്ട്, പ്രത്യേകിച്ച് HDFC ബാങ്ക്, ICICI ബാങ്ക് ഇവരുടെയൊക്കെ റിസൾട്ടുകൾ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിലേക്ക് വന്നാലോ, അവിടെയും കാണുവാൻ സാധിക്കുന്നത് ഏറെക്കുറെ നല്ല ഒരു ബുള്ളിഷ് മൊമെൻറ്റമുള്ള ക്യാൻഡിലായിട്ട് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്ന് കാണിക്കുന്ന ഒരു രീതിയാണ് ചാർട്ട് കാണുവാനും സാധിക്കുന്നത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ US മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു കണ്ടീഷനിലാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, നാസ്ഡാക്ക് ഒരു 138 പോയിന്റിൻ്റെ അപ്പ് ക്രിയേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നു. S&P 500 34 പോയിന്റ്, ഡൗ ജോൺസ് ഒരു 174 പോയിന്റ് അപ്പിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. നേരെ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ കണ്ടീഷനും നല്ല രീതിയിൽ തന്നെ അവിടെയും ഗ്രീനിൽ ട്രേഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നിഫ്റ്റി നിലവിൽ ഇപ്പോൾ ഒരു 62 പോയിന്റിന്റെ ഹൈ, അതായത് 22,715 നിലവിൽ നമ്മുടെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. മൊത്തത്തിലൊരു പോസിറ്റീവ് രീതി മാർക്കറ്റ് നിലനിൽക്കുന്നു. ഇനി പലിശ നിരക്കിന്റെ ഒരു റിസൾട്ട് വരുന്നുവെങ്കിലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് പോസിറ്റീവായിട്ട് തന്നെ വരും എന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനാണ് ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നേരെ ഇനി FISന്റെ ഡീറ്റെയിലേക്ക് വരാം. FISന്റെ ഡീറ്റെയിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് നേരെ ക്യാഷ് മാർക്കറ്റിലേക്ക് പോകാം. ക്യാഷ് മാർക്കറ്റിൽ എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത് നോക്കൂ. ഇവിടെ ആകെയുള്ള ഒരു നെഗറ്റീവ് കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇതാണ് ഒരു നെഗറ്റീവ്. ഇത് നമ്മുടെ FIS സെല്ലിംഗ് മോഡിലാണ് നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. കാരണം അതിന് കാരണവുമുണ്ട്. കാരണം ടാക്സ് സംബന്ധിച്ച് സെറ്റിൽമെൻറ്റുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ അവർ അതിൻ്റെ പല സെറ്റിൽമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ ഈ സെല്ലിംഗ് നടത്തുന്നത് എന്നതാണ് സത്യം ഏറെക്കുറെ. പക്ഷേ അവരെന്നാണ് FIS ബൈയിങ്ങിലേക്ക് വരുന്നത്, അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് കുറച്ചുകൂടി ശക്തമായ മൊമെൻറ്റത്തിൽ മുകളിലേക്ക് ഒരു വൺ സൈഡ് ട്രാവൽ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഓർക്കുക. ഇന്ന് തന്നെ അവർ 1,136 കോടിക്ക് സെല്ല് ചെയ്ത് FIS. അതുപോലെ DIs നേരത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത്? ഒരു 893 കോടിക്ക് DIs ഇന്ന് സെല്ലിംഗ് ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു.
നേരെ നമുക്ക് ഇനി നമ്മൾ എന്നും നോക്കുന്ന FISന്റെ ഇൻഡെക്സ് ഓപ്ഷനിൽ അവർ എങ്ങനെയാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് നോക്കാം. നമ്മൾ നേരെ FISന്റെ ഡീറ്റെയിലേക്ക് വരികയാണ്. കോൾ അവർ ബൈ ചെയ്തിരിക്കുന്നത് 79,000 സംതിങ്ങിന് മാത്രമാണ്. അപ്പോൾ ഒരു വലിയ പാർട്ടിസിപ്പേഷൻ അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. നേരെ നമ്മൾ പുട്ടിന്റെ കേസിലേക്ക് വന്നാലോ, പുട്ട് ഇവിടെ അവർ ബൈ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പുട്ട് ബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.75 ലാഖിനാണ് അവർ പുട്ട് ബൈ ചെയ്തേക്കുന്നത്. മാർക്കറ്റിൽ ബെയറിഷ് ആണെന്ന് കാണുവാൻ സാധിക്കുന്നു. ഓവറോൾ നോക്കുമ്പോൾ ചെറിയൊരു ബെയറിഷ്നെസ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ വലിയൊരു ക്വാണ്ടിറ്റിയാണ് നമുക്കിവിടെ കാണുവാനും സാധിക്കുന്നില്ല. നമുക്ക് നേരെ FISനെ തൽക്കാലം നമുക്ക് വിടാം. നമുക്ക് DSന്റെ കേസിലേക്ക് വന്നാലോ, DSന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും നോക്കൂ, വലിയ ഒരു പാർട്ടിസിപ്പേഷൻ അവരിവിടെ നടത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. ഇത് വെച്ച് നമുക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് എന്താണ് മാർക്കറ്റിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള ഡേറ്റാസ് ആണ് ഇവിടെ കാണുന്നത്. തൽക്കാലം നമുക്ക് ഇത് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്ന് കഴിയാത്ത കണ്ടീഷനിലാണ് അവരിവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ടെക്നിക്കലി മാർക്കറ്റിന്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും വെച്ച് കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നാളത്തെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ, പ്രത്യേകിച്ച് പലിശ നിരക്കിന്റെ റിസൾട്ടൊക്കെ വരുന്നത് കൊണ്ട് ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു സൂചന ഇവിടെ അവർ നൽകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി FIS ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്യൂച്ചറിൻ്റെ കേസിൽ നോക്കൂ, വളരെ ചെറിയ രീതിയിൽ എങ്കിലും അവർ സെല്ലിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ഒരു വലിയ പാർട്ടിസിപ്പേഷൻ അവിടെയും കാണുവാൻ സാധിക്കുന്നില്ല. നമുക്ക് നേരെ പ്രോസിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോസും അതുപോലെ തന്നെ ഒരു വലിയ അവർ ചെറിയൊരു ബുള്ളിഷാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതും ഒരു വലിയ പാർട്ടിസിപ്പേഷൻ ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ ഡേറ്റകളൊന്നും ശരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ നീങ്ങുമെന്ന് കാണുവാൻ സാധിക്കാത്തൊരു കണ്ടീഷനിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നാളെ നമുക്ക് നമ്മളുടെ പലിശ നിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അറിഞ്ഞ ശേഷം ഇനി മാർക്കറ്റ് എങ്ങനെ നീങ്ങുമെന്നത് നാളത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. മലയാളത്തിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ റെക്കോർഡഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. വളരെ സമാധാനത്തെ തിരക്കെല്ലാം ഒഴിയുമ്പോൾ ഇരുന്ന് കാണുവാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ഈ ക്ലാസ് എടുക്കുവാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.